അവളെ കണ്ടു പഠിക്കരുതെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ അഞ്ജലി ചന്ദ്രൻ ഇന്നൊരു മാതൃകയാണ്. ടെക് ലോകത്തെ ഓട്ടപ്പാച്ചിലിനിടയിൽ എപ്പോഴോ കൈത്തറി വസ്ത്രങ്ങളെ കൂട്ടുപിടിച്ചു. ഓൺലൈനിലൂടെ തുടങ്ങിയ ഇംപ്രസ എന്ന വസ്ത്രവ്യാപാര സംരംഭത്തിന്റെ വളർച്ച അഞ്ജലിയെ കുറ്റപ്പെടുത്തിയവർക്കും ഒറ്റപ്പെടുത്തിയവർക്കുമൊക്കെയുള്ള മധുര പ്രതികാരമാണ്. ഞാൻ പ്രൊഫഷണലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന സമയത്ത് പോലും എനിക്ക് തന്നെ വ്യക്തമായ ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഒരുപാട് കാലം ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കുപ്പായം എടുത്തണിയുണ്ടാവില്ല എന്നുള്ളത്. കാരണം നമ്മൾ ചെയ്യുന്ന എന്ത് സാധനവും ആദ്യം തരേണ്ടത് നമുക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാതെ ചെയ്ത ഒരു ജോലിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ജോലി. അത് എന്തുകൊണ്ടോ നമുക്ക് ഒരു ക്യൂബിക്കിളിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളുടെ ഈ മെഷീൻ ലാംഗ്വേജുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേറെ ഒന്നും ഇല്ലാത്തൊരു രീതിയിലേക്ക് മാറുന്നു എന്ന് എനിക്കത് വല്ലാതെ തോന്നി തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. എൻ്റെ 40കൾ എനിക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ പാഷന് പുറകെ പോകണം, മറ്റുള്ളവർക്ക് കൂടെ സഹായമാവുന്ന എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വരുന്ന ചില മാറ്റങ്ങളിലൂടെ, അതായത് അമ്മയാവുന്നു, മോളുണ്ടാവുന്നു, മോളെ നോക്കാൻ കൂടുതൽ സമയം വേണം, അങ്ങനെ ഉണ്ടപ്പോൾ എന്തായാലും ഈ ജോലി മാറണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു യാത്രയിലൂടെ ഇംപ്രസ എന്ന് പറയുന്ന ഒരു ഐഡിയ മുന്നിലേക്ക് വരുന്നതും അതൊരു ഫേസ്ബുക്ക് പേജായിട്ട് മാറുകയും ചെയ്തത്. ഞാൻ ഡീൽ ചെയ്യുന്നത് കൈത്തറി ആയതുകൊണ്ട് തന്നെ വളരെ അധികം ക്ഷമ ആവശ്യമുള്ള ഒരു മേഖലയാണ് കൈത്തറി മേഖല എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിലെ ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നമ്മൾക്കൊരു വർക്ക്, ഒരു മൊഡ്യൂൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നമ്മൾ ഓഫീസിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്നും ഓൺസൈറ്റിൽ നിന്നും നമ്മളുടെ ഓൺസൈറ്റ് ടീംസ് അയച്ചിട്ടുണ്ടാവുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഡേ ബൈ ഡേ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ എന്ന വർക്ക് ഫിനിഷ് ചെയ്യണം. ഇന്ന മൊഡ്യൂൾ അല്ലെങ്കിൽ ഇന്ന ടെക് ഡോക്യുമെൻറ്റ്, ഇന്ന കോഡ് റിവ്യൂ, അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം ഫ്രെയിം തന്നുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് സ്കെഡ്യൂൾഡ് ആവുന്ന ഒരു രീതിയാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ വരുന്നത് നേരെ മെട്രോപൊളിറ്റൻ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നേരെ ചാടുന്നത് റൂറൽ വില്ലേജുകളുടെ കഷ്ടപ്പാടുകളിലേക്കും കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ അവരിലുണ്ടാക്കുന്ന മാറ്റങ്ങളിലേക്കും അതവരുടെ ജോലിയെ ബാധിക്കുന്ന രീതികളെ എങ്ങനെയാവുന്നു എന്നുള്ളതൊക്കെയാണ്. ആദ്യകാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് തുടങ്ങിയപ്പോൾ തീരെ ക്ഷമയില്ലാത്ത ഒരു പക്കാ മെട്രോ രീതി തന്നെ കുറച്ചൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എന്നേക്കാളും നന്നായി എൻ്റെ മാസ്റ്റർ വീവേഴ്സ് അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കുറച്ച് മുൻപ് വരെ ഉണ്ടായിരുന്നത്, ഞങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ മുൻപ് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് ടീച്ചിങ് ആയിരുന്നു. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ, അത്യാവശ്യം പഠിച്ചു പോകുന്ന അക്കാഡമിക്കായ കുട്ടികൾക്ക് എന്നിരുന്ന ആദ്യകാല പ്രൊഫഷനായിരുന്നു ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ളത്. ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തിയുടെ ഭാര്യയായ സുധാമൂർത്തി എഴുതിയ ഒരു പുസ്തകമുണ്ട്, 3000 സ്റ്റിച്ചസ്. അതിൽ അവർ പറയുന്നുണ്ട്, അവർ എൻജിനീയറിംഗ് പഠനകാലത്ത് അവരുടെ നാട്ടിൽ നിന്നും അവരുടെ കോളേജിൽ ആദ്യമായിട്ട് എൻജിനീയറിംഗ് ഓപ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടിയായിരുന്നു സുധാമൂർത്തി. അവർ കടന്നു വന്ന വഴികൾ, അവരുടെ കോളേജ് കാലം അവർ കടന്നു വന്ന വഴികളെ പറ്റി അവർ എഴുതിയത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഓരോ കാലത്തും ആദ്യമായി വഴി വെട്ടിത്തെളിക്കുന്നവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. എന്നെ സംബന്ധിച്ച് കോഴിക്കോട് പോലെ ഒരു ടൗണിൽ ആദ്യമായിട്ടൊരു ഓൺലൈൻ ബുട്ടീക്കുമായിട്ടാണ് ഇംപ്രസ വരുന്നത്. ബന്ധുക്കളിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും ഒക്കെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സമയം തന്നെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിലാണെങ്കിലും അന്ന് ആമസോണൊക്കെ ഡെവലപ്പ് ആവുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ ഒരു പേരും മാത്രം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ആൾക്കാരിലെത്തുക? കസ്റ്റമേഴ്സിന് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ജോലി ഒഴിവാക്കി വന്നിട്ട് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നതിന് കുറേ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ കഴിയുന്നതും പബ്ലിക് ഫങ്ഷൻസ് ഞാൻ ഒഴിവാക്കുമായിരുന്നു. കാരണം ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കാനുണ്ടാവില്ല. എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് സോഷ്യൽ സ്റ്റാർട്ടപ്പാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ ഇതാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരിക്കലും തിരിച്ചിങ്ങോട്ട് വരുന്ന നോട്ടങ്ങളും കൂടെ വരുന്ന കൂടുതൽ ചോദ്യങ്ങളും നമുക്കൊരിക്കലും ഉത്തരം നൽകി നമുക്ക് ചില സമയത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരും. സംരംഭകത്വം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടെടുത്ത മേഖലയൊന്നും ആയിരുന്നില്ല. കാരണം
എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം, 40 വയസ്സുകളിലേക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴും കൈത്തറിയോ ഇംപ്രസ പോലെ ഒരു സംരംഭമോ ഒന്നും ഞാൻ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ യാത്രകളിൽ കണ്ട നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ ജീവിതങ്ങളാണ് എന്നെ സംരംഭകയാക്കിയത്. അത് അവരുടെ പല പ്രശ്നങ്ങളും കാണുകയും പിന്നീട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അവരോട് എത്രമാത്രം ആത്മബന്ധം ഉണ്ട് പല നെയ്ത്തുകാരോടൊന്നും അവരുടെ പല പ്രശ്നങ്ങളും അറിയുകയും ഇതൊക്കെ എനിക്ക് പറ്റുന്നത് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം. കുറച്ചുകൂടെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ മനുഷ്യപ്പറ്റോടുകൂടി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ ഒരാളായി നിൽക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കകാലത്ത് ഇംപ്രസ ഓൺലൈനിലായിരുന്നു. ഫേസ്ബുക്കിൽ ഒരു പേജായി തുടങ്ങി ഇംപ്രസ എന്ന പേരിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് കൈത്തറിക്ക് ഒരുപാട് ആവശ്യക്കാർ വരുന്നു എന്ന് മനസ്സിലാക്കി. പക്ഷെ അന്നും ഒരു സ്റ്റോർ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാനിതിനൊരു പാഷനായി കൊണ്ടുപോകുന്നു എന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പോകെ പോകെ ഇതിലേക്ക് വന്ന സമയത്ത് ഇതിൻ്റെ ഒരു വളർച്ചയും അതേസമയം ആൾക്കാരുടെ റെസ്പോൺസും കണ്ടപ്പോൾ എനിക്കത് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്നും എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അതെൻ്റെ നാട് അല്ലെങ്കിൽ പ്രാദേശികവാദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കോഴിക്കോട് തുടങ്ങണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പ്രത്യേകിച്ചും കോഴിക്കോടിനൊരു കൾച്ചറുണ്ട്, എന്തിനേയും കൈപിടിച്ച് സ്വീകരിക്കുന്ന ഒരു നാടാണ് കോഴിക്കോട്. അത് സൂഫി സംഗീതം മുതൽ ഗസൽ മുതൽ എന്തും ഫുട്ബോളും തുടങ്ങി ഏത് കാര്യങ്ങളെയും ഏറ്റവും നന്നായി സ്വീകരിക്കുന്ന ഒരു ജനതയുള്ള സ്ഥലമാണ്. സംരംഭകത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഇതുപോലെ തന്നെ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ ആ സമയത്ത് അവരെ പുറകോട്ട് വലിക്കുന്നത് ഒരു പക്ഷേ ആൾക്കാരുടെ ചോദ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക നില ആയിരിക്കാം, ഞങ്ങൾക്കിത് പറ്റുമോ എന്നുള്ള ആത്മവിശ്വാസക്കുറവായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്കൊക്കെ മുന്നിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അത്യാവശ്യം വിദ്യാഭ്യാസം നിലവാരം മാത്രം കൈമുതലാക്കിക്കൊണ്ടാണ് ഞാൻ ഇംപ്രസ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് സാമ്പത്തികമൊന്നും എനിക്ക് ആ സമയത്ത് ഇംപ്രസയിലേക്ക് അല്ലെങ്കിൽ ഇംപ്രസയിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരെ മറിച്ച് എനിക്ക് മുന്നിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം എനിക്കത് നല്ല രീതിയിൽ ഫലിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഒറ്റ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. 2 മാസം മുൻപ് ഞാൻ നടത്തിയ ഒരു ഒഫീഷ്യൽ യാത്ര 53 രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീ പ്രതിനിധികളോടൊപ്പം 1 മാസത്തിൻ്റെ അടുത്ത് എനിക്ക് അവരുടെ കൂടെ ചിലവഴിക്കാൻ പറ്റി. അപ്പോൾ ആ യാത്ര ഞങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അതുവരെയുള്ള ഞങ്ങളുടെ സമയങ്ങൾ മൊത്തം സംസാരിച്ചു കൊണ്ടിരുന്നത് ഓരോ നാട്ടിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ കാര്യങ്ങളുമായിരുന്നു. ആ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ടായിരുന്നു. സ്ത്രീകളെന്ന് പറയുന്നത് ശരിക്കും പല നാടുകളിലായി ചിതറിക്കിടക്കുന്ന ഒരു വേരുകളാഴ്ത്തപ്പെട്ട ഒരു വലിയ മരമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എത്ര നമ്മൾ വിചാരിക്കുന്ന ഡെവലപ്ഡായ രാജ്യങ്ങളിലായാലും നമ്മളെക്കാൾ അത്ര വികസിതമല്ലാത്ത രാജ്യങ്ങളിലും ഒക്കെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ കുറേ ഒക്കെ സാമാന്യ സ്വഭാവമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീമായ ബാലൻസ് ഫോർ ബെറ്റർ എന്ന് പറയുന്ന ഒരു തീം എല്ലാ മേഖലകളിലേക്കും കടന്നു വരണം. നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സ്കൂളുകളിൽ തുടങ്ങി വീടുകളിലായാലും സ്കൂളുകളിലായാലും ജോലി സ്ഥലങ്ങളിലായാലും സ്ത്രീകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവർക്ക് ആത്മാഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു കാലമായിരിക്കണം ഇനി മുന്നിൽ വരുന്നത്.